നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നാടൻ ചിക്കൻ റോസ്റ്റും നാടൻ സ്റ്റൈൽ പൊറോട്ടയാണ്. നമ്മൾ തനതായ രീതിയിൽ നമ്മൾ അധികം കെമിക്കലൊന്നും ഇതൊന്നും ഇല്ലാത്ത സോസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ തനതായ രീതിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റാണ്. അത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സാധനമാണ്. വീട്ടമ്മമാർക്കെല്ലാം എളുപ്പത്തിൽ, കുട്ടികൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ സോസുകളും കാര്യങ്ങളും ചേർക്കാതെ നമ്മൾ ചിക്കന് അത് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞളും ഉപ്പും മുളകും ഇട്ടിട്ട് ഒന്ന് കൊള്ളയിച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. പുഴുങ്ങിയെടുത്തതിന് ശേഷം അത് പുഴുങ്ങിയെടുത്തിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഏതാണ്ട് ഇത് ഇറച്ചി വേവ് വന്നിട്ടുണ്ട്. ഇറച്ചി അതിൻ്റെ വേവ് പാകം വന്നാൽ നമ്മൾ കോരി വെക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ചിക്കൻ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നതിനാണ് ഇത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അതിലേക്ക് ഈ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഒരു മുട്ടയും കുറച്ച് പച്ചമുളക് ഇഞ്ചി പേസ്റ്റും, പിന്നെ നമ്മൾ ഇത് ചിക്കനും ഇട്ട് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി കുറച്ച് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ അതേ ഈ ഫ്രൈ പാനിൽ തന്നെ അതിൻ്റെ ഇത് സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ച് ഫ്രൈ പാനിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് കായ്മുളക് ഇട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന. നേരത്തെ നമ്മൾ പുഴുങ്ങിയത് കൊണ്ട് അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഏതാണ്ട് വെന്താണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. വീട്ടിൽ വിരുന്നുകാരെല്ലാം മറ്റും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു അഡീഷണൽ ഡിഷാണത്. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഡിഷാണത്. അത് നമ്മൾ സാധാ പച്ചക്കോഴിയെല്ലാം മസാല പൊരിച്ച് വരുമ്പോൾ ഇപ്പോൾ ടൈം എടുക്കുമല്ലോ, അത്രയൊന്നും പോകണ്ട. അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി അതിൻ്റെയൊക്കെ നമ്മൾ കുറച്ച് കായ്മുളക് ചീന്തിയിട്ട് അത് ആകുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് ഉള്ളി വഴറ്റാനിട്ട് അതിന് കുറച്ചും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കുറച്ച് ഉപ്പിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ ഉപ്പിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ കുറച്ച് തക്കാളി ഉപയോഗിക്കുന്നതിന് പകരം 1 ടീസ്പൂണ് സോസാണ് ഉപയോഗിക്കുന്നത്, തക്കാളിക്ക് പകരം. ബാക്കി രസമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞു, നമ്മൾ പരിപാടി സംഭവം റെഡിയായി. വേണേൽ ചിക്കൻ ഇട്ടുന്നു ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, ആ മസാല ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് മസാല സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം നാടൻ ചിക്കൻ റോസ്റ്റ് റെഡിയായി. വേറെ ഒന്നും ചേർക്കാതെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലുള്ള ചിക്കൻ റോസ്റ്റാണിത്, നാടൻ ചിക്കൻ റോസ്റ്റ്. നമ്മളെല്ലാം ട്രൈ ചെയ്ത് വെക്കണം, അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിനിപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മലബാർ സ്റ്റൈൽ പൊറോട്ടയാണ്. മലബാർ സ്റ്റൈൽ പൊറോട്ട. അപ്പോൾ നമ്മൾ നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ ശ്രമിച്ചാണ്, പക്ഷേ നൂൽ പൊറോട്ട അത് ഫുള്ളായിട്ട് ആയില്ല. അതിൻ്റെ പൊടിൻ്റെ കുഴപ്പം കൊണ്ടാണ് അത് ആകുന്നത്. അടുത്ത വീഡിയോ നമ്മൾ നൂൽ പൊറോട്ടൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ ഇടുന്നതാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ട്രൈ നമുക്ക് ശരിയായില്ല. അങ്ങനെ പൊടിൻ്റെ കുഴപ്പമാണോ ഞാൻ കുഴച്ചതിൽ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ നൂൽ പൊറോട്ട നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇടുന്നതാണ്. ഇതതിൻ്റെ നമ്മൾ ശ്രമിച്ചതിന് ശേഷം മാക്സിമം ആയിട്ടുണ്ട്. എന്നാലും എൻ്റെ പൊടിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇപ്പം പലതരം പൊടികളാണല്ലോ ഇപ്പോൾ വരുന്നത് മാർക്കറ്റിൽ. സംഭവം ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പൊറോട്ട നല്ല സോഫ്റ്റുള്ള പൊറോട്ട കിട്ടിയ, പക്ഷേ നമുക്ക് നൂൽ പൊറോട്ടൻ്റെ അത് പെർഫെക്റ്റ് ആയിട്ടില്ലത്. എനിക്ക് എൻ്റെ ഒരു നിഗമനത്തിലട്ടാ, നിങ്ങൾക്ക് ഓരോരുത്തർ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്കൊരു സക്സസ്ഫുൾ ആയിട്ടില്ല. എന്നാൽ കുറച്ചും കൂടി അതിൻ്റെ നൂലായിട്ട് കിട്ടണമായിരുന്നു. ഞാൻ അടിച്ചിട്ട് കിട്ടുമ്പോൾ കുറച്ച് നൂലായിട്ട് കിട്ടണം, അത് കിട്ടിയിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അതിലെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് പൊടിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. എന്നാലും അടുത്ത നമുക്ക് ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട്, നമുക്ക് നോക്കാം. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ ഇത് ബെല്ലൈക്കണം എത്തണം, എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. അതിൻ്റെ നൂൽ പൊറോട്ട ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. അത് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയാലും ഓക്കെയാണ്. ഇപ്പം അന്ന് വീഡിയോ എടുത്തില്ല. അന്ന് തന്നെ ഇത് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അതിനെന്താണ് പൊടിൻ്റെ കുഴപ്പമാണോ അതിനെന്താണോ അറിയില്ല. നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ അത് റെഡിയാക്കിയിട്ട് നമുക്ക് അടുത്ത നൂൽ പൊറോട്ടൻ്റെ വേറെ ഐറ്റംസ് കൂടിയിട്ട് വരുന്നതാണ്. ഇതൊന്ന് നോക്കിയാണ്. അപ്പം നമ്മൾ നൂൽ പൊറോട്ടൻ്റെ അത് സക്സസ്ഫുൾ ആയിട്ടില്ല. അതാകാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നൂൽ പൊറോട്ടനെ പറ്റി പറയാത്തത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതായിട്ടില്ല. നമുക്ക് നോക്കാൻ അടുത്ത് നോക്കാം. പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടിയാൽ നമുക്ക് നല്ല എന്താണോ അതിന് വെള്ളം കൂടി പോയതാണോ എനിക്ക് ഡൗട്ട് എനിക്കുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം.
നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന രൂപത്തിലുള്ള രീതിയിലാണ് ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നത്. നമ്മൾ വീടുകളിലുണ്ടാക്കുമ്പോൾ കുറേ എണ്ണ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ കുറേ എണ്ണ കൂടുതൽ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതാണ് പൊറോട്ട. വീട്ടിൽ മാത്രമേ കുറച്ച് എണ്ണ ആക്കുള്ളൂ, പിന്നെ എണ്ണ ഉപയോഗിക്കാതെ കൂടുതൽ ഹോട്ടലിൽ അധികം എണ്ണ ഉപയോഗിക്കില്ല. നമ്മൾ വീടുകൾ ഉപയോഗിക്കുമ്പോൾ അപ്പുറം ഇപ്പുറമെല്ലാം എണ്ണ വരില്ല, അപ്പോൾ ഉണ്ടാവില്ല. ഇപ്പം ഏതാണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്, എന്നാലും അത് ഫുള്ളായിട്ട് എനിക്ക് നമുക്ക് നൂൽ പൊറോട്ടൻ്റെ പറയാൻ കഴിയുന്ന രൂപത്തിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം പറയാം. അതിൻ്റെ കുറച്ചെല്ലാം കിട്ടി വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് കിട്ടി വന്നിട്ടില്ല. കണ്ടോ, അതിൻ്റെ വെള്ളം കൂടിപ്പോലും അറിയില്ല. നോക്കി അടുത്തേക്ക് സംഭവം പൊറോട്ടയും ചിക്കൻ റോസ്റ്റും കൂടി കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന്